സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ സൈറ്റിലെ ഈ ഒരു ഏരിയയിൽ നമ്മൾ വയറിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഓരോരോ 3 മീറ്റർ ഇടവിട്ട് ഓരോ ലൈറ്റ് പോയിന്റുകൾ ട്യൂബിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഏരിയയിലൊക്കെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഓപ്പണായിട്ട് കോൺക്രീറ്റിങ് ചെയ്തിട്ടുള്ളത്. അതിന് ശേഷം വയറിങ്ങും ചെയ്തിട്ടുണ്ട്. 1.5ൻ്റെ വയർ ഉപയോഗിച്ചാണ് ഫുള്ളായിട്ട് നമ്മൾ വയറിങ് ചെയ്തിട്ടുള്ളത്. കാരണം തന്നെ ലൈറ്റ് പോയിന്റുകളായതുകൊണ്ട് 1.5 ധാരാളമാണല്ലോ. ഫേസ്, ന്യൂട്രൽ, എർത്ത് ഇങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ ആ ഒരു ഭാഗത്താണ് നമ്മൾ സ്വിച്ച് ബോർഡ് ഇറക്കിയിട്ടുള്ളത്. അവിടെ വയർ തൂങ്ങിക്കെടുക്കുന്ന ഭാഗത്താണ് സ്വിച്ച് ബോർഡ് ഫിക്സ് ചെയ്തിട്ടില്ല. ഇവിടെ എല്ലാം കോൺക്രീറ്റിൽ ചെയ്തിട്ടുണ്ട്. ക്ലാമ്പ് ചെയ്യുന്നതിന് പകരം നമ്മൾ കേബിൾ ടൈ ഉപയോഗിച്ചാണ് ഇതെല്ലാം ഫിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ നെക്സ്റ്റ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഇതിന് ട്യൂബ് വെക്കുന്നതുകൊണ്ട് തന്നെ സീലിംഗ് റോസ് ഫിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് സീലിംഗ് റോസിൻ്റെ ചെറിയൊരു കണക്ഷൻ നമുക്ക് നോക്കാം. വളരെ സിമ്പിൾ കണക്ഷൻ ആണെങ്കിലും പലരും ഒരു സംശയം ചോദിക്കുന്നുണ്ട്. നിസ്സാര സംശയമാണെങ്കിലും ഓക്കെ. അപ്പോൾ സീലിംഗ് റോസ് നമ്മളിവിടെ വാങ്ങിയിട്ടുണ്ട്, കയ്യിലുണ്ട്. ഇതൊന്ന് ഓപ്പൺ ആക്കിയാൽ ഇതേതാ കമ്പനി ഇതാ GM അല്ലേ, GMൻ്റെ സീലിംഗ് റോസ് ആണ്, നല്ല സീലിംഗ് റോസ് ആണ്. ജസ്റ്റ് ഓപ്പൺ ആക്കി അതിൻ്റെ ടെർമിനൽ നമുക്ക് നോക്കാം. ഒന്ന് ഓപ്പൺ ആക്കിയാൽ യെസ്, ഇതാണ് അതിൻ്റെ ടെർമിനൽ സൈഡ് വരുന്നത്. എർത്തിന് അതുപോലെ ന്യൂട്രൽ ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് എങ്ങനെ കണക്ഷൻ കൊടുക്കുന്ന നോക്കാം. ഇതുണ്ട് ഇന്ന് പണിയെടുത്ത് വെക്കോ. ആ ജംഗ്ഷൻ ബോക്സിൽ എത്രത്തോളം കൊള്ളും അത്രമാത്രം വയർ ഇതിൽ വെച്ചാൽ മതി. അല്ലെങ്കിൽ പിന്നെ ഈ സീലിംഗ് റോസിൻ്റെ കവർ ഇടാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതിൽ സ്ക്രൂ ചെയ്യുമ്പോൾ പുറത്തേക്ക് ടൈറ്റായിട്ട് നിൽക്കില്ല. വയർ അല്ലെങ്കിൽ ഉള്ളിൽ ഭയങ്കര ടൈറ്റായിരിക്കും. അവസാനം ആ ടേപ്പങ്ങ് അയച്ചാണ് കേട്ടോ. 2 ഫേസ് മാത്രം റെഡ് കളർ അത് ജോയിൻ്റ് ചെയ്യുക, ഒരുമിച്ചാക്കുക. അതുപോലെ ന്യൂട്രലും ജോയിൻ്റ് ആക്കുക, എർത്തും, അങ്ങനെ 3ഉം ഒരുമിച്ചാക്കിയതിന് ശേഷം നമുക്കതിൽ കണക്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമ്മൾ സെപ്പറേറ്റ് ആക്കിയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കാരണം ഇങ്ങനെ വരുന്നത് ഈ അപ്പുറത്തെ പോയിൻറ്റും കൂടി ലൂപ്പിംഗ് ആണ്. അതുകൊണ്ടാണ് 2 വയർ സെപ്പറേറ്റ് വന്നിട്ടുള്ളത്. 2 ഫേസൊക്കെ വരാൻ കാരണം തൊട്ടപ്പുറത്തുള്ള ഒരു ലൈറ്റ് പോയിൻറ്റും ഈ ഒരു ലൈറ്റ് പോയിൻറ്റും ഒറ്റ സ്വിച്ചിൽ ഒറ്റ ലീഡാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെ 2 എണ്ണം വന്നത്. ഇനി ഓരോ സ്വിച്ചിൽ ഓരോ കൺട്രോൾ ആണെങ്കിൽ ഈ ഫേസെല്ലാം ഒന്നേ വരുള്ളൂ കേട്ടോ. നിങ്ങൾ ആ കൺഫ്യൂഷൻ ആയി പോകണ്ട. എന്തുകൊണ്ടാണ് ഫേസ് വയർ 2 എണ്ണം വരുന്നതിനുള്ള കൺഫ്യൂഷൻ വേണ്ട. ഓക്കെ. ഇനി സീലിംഗ് റോസിൻ്റെ കണക്ഷനിൽ ഇത് കണ്ടോ, L നെതിൻ്റെ ലൈന് അതിലാണ് ഫേസ് കൊടുക്കേണ്ടത്. അതുപോലെ ഇവിടെ N നെതിൻ്റെ ന്യൂട്രൽ വലിയൊരു ക്ലിയർ ഇല്ല വൈറ്റിലായതുകൊണ്ട്. അതുപോലെ കണ്ടോ എർത്തിൻ്റെ ഒരു ചിഹ്നം കണ്ടില്ല നിങ്ങൾ, എർത്തിൻ്റെ ഇതിലാണ് എർത്ത് ഗ്രീൻ വയർ കൊടുക്കേണ്ടത്. അത് വയർ കൊടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ ആ ഹോളിൻ്റെ ഉള്ളിലോട്ട് എടുത്തിട്ട് വേണം ആ ടെർമിനലിലേക്ക് കണക്ഷൻ കൊടുക്കാൻ. അപ്പോൾ സീലിംഗ് റോസിൻ്റെ കണക്ഷന് നമ്മൾ പുറത്ത് ഉള്ളിലോട്ട് ആ ഹോളിൻ്റെ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇടേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ അടുത്ത ട്യൂബിൻ്റെ കണക്ഷൻ ഈ സീലിംഗ് റോസിൽ നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടാണ് ആ ട്യൂബ് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ സമയത്താണ് നമ്മൾ ഈ ഹോളിലോട്ട് പുറത്തേക്ക് ഇട്ടിട്ട് ഈ ഒരു ഏരിയയിലോട്ട് കണക്ഷൻ കൊടുക്കേണ്ടത്. ഇവിടെ ജസ്റ്റ് ഡയറക്റ്റ് തന്നെ ബാക്കിൽ കണക്ഷൻ കൊടുത്താൽ മതി. ആ ഹോളിലോട്ട് കണ്ട് പുറത്തേക്ക് ഇട്ടിട്ട് അപ്പോൾ നമ്മളിതിൽ വയറെല്ലാം കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. 3 ടെർമിനലും ന്യൂട്രൽ ഇവിടെ പിന്നെ ഒരു ഹോളുണ്ട്. ഫേസ് റെഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എർത്ത് നമ്മൾ ഈ ഹോളിലൂടെ പുറത്തേക്ക് ഇട്ടിട്ട് ഇങ്ങനെ വേണം കണക്ഷൻ കൊടുക്കാൻ. ഇങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ വരുന്നത് കേട്ടോ. ഇനി നമ്മൾ ഇതിൽ സ്ക്രൂ ചെയ്തിട്ട് ഈ ജംഗ്ഷൻ ബോക്സിൽ വയറെല്ലാം ഉള്ളിലാക്കി നല്ല വൃത്തിയോടെ നല്ല ഇതിൽ സ്ക്രൂ ചെയ്ത് ഫിക്സ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മളിതിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇനി നമ്മളെ വീട്ടിലൊക്കെ നമ്മൾ ഇതേപോലെ സീലിംഗ് റോസിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രീഷ്യനെ വിളിച്ചുകൊണ്ട് ശരിയാക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. നമുക്ക് സ്വന്തമായിട്ട് പുതിയൊരു സീലിംഗ് റോസ് വാങ്ങിയിട്ട് തന്നെ കണക്ഷൻ കൊടുക്കാവുന്നേ ഉള്ളൂ. വെറുതെ ഇലക്ട്രീഷ്യന്മാരെ വിളിച്ചിട്ട് 10-5 രൂപ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഒരു കപ്പ് ഇതൊക്കെ ക്ലോസ് ചെയ്യാനുള്ളൂ. ഇതിൻ്റെ കറക്റ്റ് ഈ ഒരു അടിച്ച് വരുന്ന ഭാഗത്ത് ജസ്റ്റ് അങ്ങനെ ഒരു ചെറിയ റൊട്ടേഷൻ ഫിക്സായി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പം ഇനി നമുക്ക് ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകളുമായി ഇലക്ട്രിക്കൽ ബന്ധമായ എല്ലാ വീഡിയോകളുമായി ഇനി അടുത്തും കാണാം. ഓക്കെ, താങ്ക് യു.